സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. KSFE-യിലെ അനധികൃത സ്ഥലം മാറ്റ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. മെമ്പർഷിപ്പ് എടുക്കാൻ ഭരണാനുകൂല സംഘടന ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ജീവനക്കാർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാരിയെ 70 കിലോമീറ്റർ ദൂരത്തേക്ക് സ്ഥലം മാറ്റിയത്. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുന്നു. നിർഭൻ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളന വേദിയിൽ പറഞ്ഞാണ് എല്ലാവർക്കും സ്ഥലമാറ്റം ഉണ്ടാകും, രാഷ്ട്രീയ വൈരാഗ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വേണം KSFE-യിലെ ഈ സ്ഥലം മാറ്റത്തെയും കാണേണ്ടത്. ഏതായാലും വലിയ തിരിച്ചടി. ഇനിയും ജീവനക്കാർക്ക് നിയമ പോരാട്ടത്തിന് അവസരങ്ങൾ തുറക്കുന്നതാണ്. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായും സിജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ വകുപ്പുകളിൽ ആരോഗ്യവകുപ്പ്, പോലീസിലൊക്കെ തന്നെ സമാനമായി അനധികൃതമായി രാഷ്ട്രീയ ലാക്കോടുകൂടി നടത്തിയ സ്ഥലമാറ്റത്തിനെതിരെ ട്രൈബ്യൂണലിൽ നിന്നും കോടതിയിൽ നിന്നും സ്ഥിരമായി സർക്കാരിന് തിരിച്ചടി നേരിടുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ KSFE-യിൽ നിന്നും സമാനമായ തിരിച്ചടി നേരിടുകയാണ്. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. നേരത്തെ സിജു തന്നെ സൂചിപ്പിച്ചതുപോലെ ഭരണം മാറിയതോടുകൂടി ഭരണാനുകൂല സംഘടനയുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് എല്ലാ ജീവനക്കാരോടും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. മെമ്പർഷിപ്പ് കൂപ്പൺ അവരുടെ ചെയറിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഒപ്പിട്ട് തിരിച്ചു കൊടുക്കാനായിരുന്നു പല KSFE-യുടെ ഓഫീസുകളിലും ഭരണാനുകൂല സംഘടനാ നേതാക്കൾ നടപടിയെടുത്തത്. ഇത് വലിയ തരത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കി. ജീവനക്കാരെ വല്ലാത്ത തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ, ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക, തുടർന്ന് ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരി ഈ KSFE-യുടെ അധികൃതർക്ക് MD അടക്കമുള്ള അധികൃതർക്ക് പരാതി നൽകി. ഈ പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ ഈ ഭരണ അനുകൂല സംഘടനാ നേതാക്കൾ തന്നെ അവരെ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് അവരോട് തന്നെ അറിയിച്ചു. തുടർന്നാണ് അവരെ ആറ്റിങ്ങലിൽ നിന്ന് പെരുമ്പഴുതൂരിലേക്കുള്ള അവരുടെ ഓഫീസിലേക്ക് അവരുടെ ഈ അടുത്തൊരു 70 കിലോമീറ്റർ ദൂരെയുള്ള ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തിയിൽ നിന്ന് ഒരു അറ്റത്തേക്ക്, ജില്ലയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് 70 കിലോമീറ്റർ വ്യത്യാസത്തിൽ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമീപനം KSFE-യിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇവർ പരാതി നൽകിയെന്ന ഒറ്റ കാരണത്തിലാണ് ട്രാൻസ്ഫർ ഉത്തരവ് അടിച്ചു കൊടുക്കുന്നത്. അവർ ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ പോയപ്പോഴാണ് അവർ ഹൈക്കോടതിയിൽ നൽകിയ രേഖ, KSFE നൽകിയ രേഖകൾ മുഴുവൻ വ്യാജമാണ് എന്ന് കോടതി കണ്ടെത്തിയത്. മാത്രമല്ല, ഇത് ലൈസൺ ഓഫീസറാണ്. സാധാരണ MD-യോ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് കോടതിയിൽ സത്യവാങ്മൂലം നൽകേണ്ടത്. ഇതിനു പകരം ഒരു ലൈസൺ ഓഫീസറാണ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഈ അഫിഡവിറ്റിനെതിരെ രൂക്ഷ വിമർശനം കോടതി നടത്തി. മാത്രമല്ല, ഇയാൾ നൽകിയ, കോടതിയെ സമർപ്പിച്ച രേഖകൾ തന്നെ വ്യാജമായിട്ടുള്ള പല കാര്യങ്ങളും എഴുതി ചേർത്തിരുന്നു. ഇത് ഈ പറഞ്ഞ പരാതിക്കാരി കോടതിയിൽ അവരുടെ അഭിഭാഷകൻ വാദിക്കുകയും ഈ KSFE-ക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുകയും ചെയ്തു. മാത്രമല്ല, അടിയന്തരമായി ട്രാൻസ്ഫർ ഓർഡർ പിൻവലിക്കാനും കോടതി നിർദ്ദേശം നൽകി. ഇത് സമാനമായി KSFE-യിലെ പല ജീവനക്കാരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംഘടനാ നേതാക്കൾ പറയുന്നു. ഭീഷണി സഹിക്കവയ്യാതെയാണ് ഇത്തരത്തിൽ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ആരോഗ്യവകുപ്പിലും പോലീസിലും ലഭിച്ചതുപോലെ അനുകൂല ഉത്തരവ് ഈ ജീവനക്കാർക്ക് ലഭിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധികാരം മാറിയ ശേഷം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞതാണ് ജീവനക്കാരെ ഇങ്ങനെ സ്ഥലം മാറ്റും, ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടായില്ല. തങ്ങൾ കോൺഗ്രസ് മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ പലതും മറക്കുമായിരുന്നു, ഇപ്പോൾ തങ്ങൾ മറക്കില്ല, എല്ലാം ഓർത്തു വെച്ച് അതിന് നടപടി ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ചതാണ്. അങ്ങനെ പ്രതികാര രാഷ്ട്രീയത്തിന് ഇരയാക്കുകയാണ് ജീവനക്കാരെ. KSRTC-യിൽ സമാനമായ സംഭവം ഉണ്ടായി. 3 ജീവനക്കാരാണ് അനധികൃതമായ സ്ഥലമാറ്റത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. LDF വലിയ രീതിയിൽ ഇത് ആരോപണമായി ഏറ്റെടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കോടതി നടപടികളിലേക്കും നിയമ നടപടികളിലേക്കും കൂടി ജീവനക്കാർ പോകുന്നത്. അതിലാണ് KSFE-ക്കെതിരെ വലിയ തരത്തിലുള്ള രൂക്ഷ വിമർശനമായി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. സിജു, ശരി. നിർഭൻ ചക്രവർത്തിയാണ് സർക്കാരിന് കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.